ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 56. കാളിയഗർവശമനവും ഭഗവത് അനുഗ്രഹവും. രുചിരകമ്പിത കുണ്ടല മണ്ഡല സുചിരമീശനനർത്തിത വന്നകേ അമരതാളിത ദുന്ദുഭി സുന്ദരം വിയതി ഗായതി ദൈവതയൗവദേ. ഈശ ഭഗവാനെ എന്ന് സംബോധന ചെയ്യുകയാണ്. വിയതി ദൈവത യൗവതേ അമരതാടിത ദുന്ദുഭി സുന്ദരം ഗായതി. ഹേ ഭഗവാനെ, ആകാശത്തിൽ ദേവസ്ത്രീകൾ വിയതി, വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം, വിയതി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ, ദൈവത യൗവതേ അതായത് ദേവസ്ത്രീകൾ അമരതാടിത ദുന്ദുഭി സുന്ദരം ദേവന്മാർ മുഴക്കുന്ന ദുന്ദുഭിനാദം ഗായതി പാടുമ്പോൾ രുചിരകമ്പിത കുണ്ടല മണ്ഡല അങ്ങയുടെ കാതിലണിഞ്ഞിരിക്കുന്ന കുണ്ടലങ്ങൾ, രുചിരം എന്ന് പറഞ്ഞ സുന്ദരം എന്നാണ് അർത്ഥം. രുചിര കമ്പിതം ഭംഗിയായിട്ട് അങ്ങനെ ഇളകുന്നു. എന്താണ് കുണ്ടലം? അങ്ങയുടെ കുണ്ടലങ്ങൾ. സുന്ദരനായി നടനത്തിനനുസരിച്ച് ആടുകയും പന്നകേ സുചിരം നനർത്തിഥ അങ്ങ് ആ പന്നകം എന്ന് പറഞ്ഞ സർപ്പം, ആ സർപ്പത്തിന്റെ ഫണങ്ങളുടെ മുകളിൽ വളരെ നേരം നൃത്തം ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. നമതിയദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരധാകരതാളമനോഹരം. ഹരേ, ഹേ ശ്രീഹരിയായ മഹാവിഷ്ണു, അമുഷ്യായി യതിയത് ശിരഹ നമതി തത് പരിവിഹായ. ആ കാളിയന്റെ ഏതേതു ഭണങ്ങൾ നമതി താന്നു പോകുന്നു, അങ്ങയുടെ ചവിട്ടേറ്റ് അവശതയായിട്ട് താഴ്ന്നു പോകുന്ന ആ ഭണങ്ങളെ വിട്ടിട്ട്, തത് പരിവിഹായ തത് താഴ്ന്നു പോകുന്ന ഭണങ്ങളെ ഉപേക്ഷിച്ച്, ഭഗവാൻ ചവിട്ടിയിട്ട് താഴ്ന്നു പോകുന്നു. അപ്പോൾ ആ ഭണത്തെ ഉപേക്ഷിച്ചിട്ട് ഉയർന്നു നിൽക്കുന്ന ഭണങ്ങളിലേക്ക്, തത് പരിവിഹായ, പരിവിഹായ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട്, അതിൽ നിന്ന് അവയെ വിട്ടിട്ട് ഉന്നതം പദപങ്കരുഹ പരിമഥൻ ഉയർന്നുയർന്നു നിൽക്കുന്ന ഭണങ്ങളിൽ അങ്ങ് മഥനം ചെയ്തു, കാലുകൊണ്ട് ചവിട്ടി മെതിച്ചു. കരതാള മനോഹരം ചിരം യഹരഥ. ഒരു കൈയിൽ പാമ്പിന്റെ വാലാണെങ്കിലും മറ്റേ കൈ കൊണ്ട് താളം പിടിച്ചുകൊണ്ടാണ്, കരതാളം, ഭഗവാൻ കരതാളം ഇട്ടുകൊണ്ടാണ് മനോഹരമായിട്ട് ചിരം യഹരഥ വളരെ നേരം അങ്ങനെ നൃത്തം ചെയ്തു. അനവധി പണങ്ങളുണ്ട്. ചവിട്ടി മെതിച്ച് അവശമായ പണങ്ങൾ താഴ്ന്നു പോകുമ്പോൾ ക്ഷീണം മാറി ഉയർന്നു നിൽക്കുന്ന പണങ്ങളിൽ അങ്ങ് നർത്തനം ചെയ്തു. അങ്ങനെ അനവധി പണങ്ങൾ ഉള്ളത് കൊണ്ട് അനവധി സമയത്തേക്ക് ആ നൃത്തം നീണ്ടു നിന്നു. ആ നൃത്തത്തിലൊക്കെ ഭഗവാൻ ഒരു കൈ കൊണ്ട് താളം പിടിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകം നോക്കാം. ഭഗ്നവിഭുഗ്നഭണാഗണേ ഗളിതശോണിതശോണിതപാദസേ ഫണിപതാവസീദതി സന്നതാ തദബലാസ്തവ മാധവ പാദയോ. മാധവ ഫണിപതൗ, ഹേ മാധവ ഭഗവാനെ, നാഗങ്ങളുടെ രാജാവായ കാളിയൻ, ഫണിപതി, ഫണി എന്ന് പറഞ്ഞ സർപ്പം, പതി എന്ന് പറഞ്ഞാല് രാജാവ്, അപ്പോ സർപ്പരാജൻ ആണ് കാളിയൻ. ത്വദവഭഗ്ന വിഭുഗ്ന ഭണാഗണേ അങ്ങയുടെ മർദ്ദനമേറ്റ് ചതഞ്ഞുപോയ ഭണങ്ങളോടുകൂടി ഗളിത ശോണിത പാദസി. ഗളിതം എന്ന് പറഞ്ഞാല് പുറത്തേക്ക് വന്നത്, ശോണിതം രക്തം ഛർദിച്ചു. ഭഗവാന്റെ മർദ്ദനം ചവിട്ടേറ്റിട്ട് ഓരോ ഭണത്തിൽ നിന്നും രക്തം ഛർദിച്ചു തുടങ്ങി. കാളിന്തി ജലമെല്ലാം ശോണിത പാദസി,
പാദസി എന്ന് പറഞ്ഞ ജലം, കാളിന്തി ജലം ശോണിത ആയ രക്തം കലർന്ന നിറമുള്ളതായി. അവസീദതി, അവൻ ക്ഷീണിച്ചു. അങ്ങനെ എല്ലാ പത്തികളും ചവിട്ടി മെതിച്ചപ്പോൾ അവൻ ആകെപ്പാടെ ക്ഷീണിച്ച് അവശനായി. അവസാദനം എന്ന് പറഞ്ഞാല് അടിഞ്ഞുകൂടുക, അവശതയായിട്ട് ഉയർന്നു നിന്നിരുന്ന പത്തിയൊക്കെ താന്നു മടങ്ങി അവശനായി തീർന്നു എന്നാണ്. തദബലാ തവ പാദയോ തദബലാഹ തവ പാദയോഹോ സന്നതാഹ. തദബല, അതായത് കാളിയ പത്നിമാർ, അബല എന്ന് പറഞ്ഞ സ്ത്രീ, അവന്റെ പത്നിമാരാകട്ടെ, അവന്റെ സ്ത്രീകളാകട്ടെ, തവ പാദയോഹോ, അങ്ങയുടെ പാദങ്ങളിൽ വീണ്, സന്നത നമിച്ചു, അങ്ങയുടെ പാദങ്ങളെ ശരണം പ്രാപിച്ചു. കാളിയനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അങ്ങയുടെ പാദങ്ങളിൽ അവര് ശരണാഗതി ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ചിരായ പരിശ്രുത ത്വദനുഭാവ വിലീന ഹൃദോഗിത മുനിഭിരപ്യനവാപ്യപഥൈസ്തവൈ നുനുപുരീശ ഭവന്തമയന്ത്രിതം. ഐശ താഹ, ഹേ ഭഗവാനെ, അവർ, താഹ എന്ന് പറഞ്ഞ അവർ, മുനിഭിഹി അഭി അനവാപ്യപഥൈഹി, മുനിമാർക്കു പോലും, മുനിഭിഹി അഭി എന്ന് പറഞ്ഞാല് മുനിമാർക്കു പോലും അനവാപ്യം എത്തിച്ചേരാൻ സാധിക്കാത്ത ഭക്തിയും ജ്ഞാനവും കലർന്ന മാർഗത്തോടു കൂടിയ പല സ്തോത്രങ്ങൾ കൊണ്ടും തടസ്സമില്ലാതെ സ്തുതിച്ചു. സ്തവം എന്ന് പറഞ്ഞാൽ സ്തോത്രം. സ്തവൈഹി ഭവന്തം, അങ്ങയെ, അയന്ത്രിതം നുനുവുഹു, തടസ്സമില്ല. അയന്ത്രിതം എന്ന് പറഞ്ഞാല് ഇടതടവില്ലാതെ, നുനുവുഹു സ്തുതിച്ചു. പുരായേവ ചിരായ പരിശ്രുതത്വദനുഭാവ വിലീനകൃതഃ ഹി, അങ്ങയുടെ മാഹാത്മ്യം പുരായേവ എന്ന് പറഞ്ഞ പണ്ടു മുതലേ അവർ കേട്ടു മനസ്സിലാക്കിയിരുന്നു. കാളിയ പത്നിമാർക്ക് അങ്ങയുടെ മാഹാത്മ്യം അറിയാമായിരുന്നു. ഇപ്രകാരമെല്ലാം അങ്ങയിൽ ലയിച്ച ഹൃദയമുള്ള ആ നാഗപത്നിമാർ സ്തുതിച്ചു. പരിശ്രുതത്വദനുഭാവ വിലീന ഹൃദഃ ഹി, അവര് അങ്ങയെ സ്തുതിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഫണിവധൂ ഗണഭക്തി വിലോകന പ്രവികസൽ കരുണാകുലചേതസ ഫണിപതിർഭവദാച്യുത ജീവിത ത്വയി സമർപ്പിത മൂർത്തിരമാനമൽ. അച്യുത, അല്ലയോ ഭഗവാനെ, ച്യുതിയില്ലാത്തവനെ എന്നാണ് അച്യുത എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഫണിവധൂഗണ ഭക്തി വിലോകന. ഫണിവധൂ, ഫണി എന്ന് പറഞ്ഞ പാമ്പ്, കാളിയൻ, വധു എന്ന് പറഞ്ഞാൽ ഭാര്യ, വധൂഗണം എന്ന് പറഞ്ഞാൽ അനവധി ഭാര്യമാര്. ഫണിവധൂഗണ ഭക്തി വിലോകന, അവരുടെ ഭക്തി കണ്ട് പ്രവികസത് കരുണാകുല ചേതസ, വർദ്ധിച്ചു വരുന്ന, വികസത്ത് എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി വരുന്നത്, കരുണയാൽ അങ്ങയ്ക്ക് അവരോട് കരുണ തോന്നിയിട്ട് ആകുലമായ മനസ്സോട്, കരുണാകുല ചേതസ, കരുണ കൊണ്ട് ആകുലമായ മനസ്സോടുകൂടി, ഭവതാ ജീവിത ഫണിപതിഹി, അങ്ങയാൽ ജീവിക്കപ്പെട്ടവനായ കാളിയൻ, അതായത് കാളിയന്റെ ജീവൻ എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് അഹങ്കാരത്തെ തീർത്തു, പക്ഷെ കൊന്നില്ല, വധിച്ചില്ല. ത്വയി സമർപ്പിത മൂർത്തി അവാനമത്, അങ്ങയിൽ സ്വയം സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ കാളിയൻ മതമെല്ലാം പോറി, അഹങ്കാരമെല്ലാം മാറിയിട്ട് ഭഗവാന്റെ പാദത്തില് നമസ്കരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. രമണകം വ്രജവാരിധി മധ്യകം ഫണിരിപുർനകരോധി വിരോധിതാം ഇതി ഭവൽ വചനാന്യതിമാനയൻ ഫണിപതിർനിരഗാതുരഗൈ സമം. വാരിധി മധ്യകം രമണകം വ്രജ. വാരിധി എന്ന് പറഞ്ഞാൽ സമുദ്രം. സമുദ്രത്തിന് മധ്യത്തിലുള്ള രമണകം എന്ന സ്ഥലത്തേക്ക് പൊയ്ക്കോളുക. വ്രജ എന്ന് പറഞ്ഞാൽ പൊയ്ക്കോളുക, പോവുക. ഫണിരിപുഹു വിരോധിതാം നഗരോധി. കാളിയൻ അവിടെ ആയിരുന്നു, സമുദ്രത്തിന്റെ നടുക്ക് രമണകം എന്ന പ്രദേശത്തായിരുന്നു കാളിയൻ വസിച്ചിരുന്നത്. അവിടെ ഗരുഡൻ, അതായത് പാമ്പിന്റെ ശത്രുവാണ്
ഗരുഡൻ. ഗരുഡൻ അവൻ കാളിയനെ ഉപദ്രവിക്കാൻ വന്നതുകൊണ്ടാണ് ഗരുഡൻ വരില്ലാത്ത സൗഭരി മഹർഷിയുടെ ശാപം കൊണ്ട് കാളിന്തിയിലെ ഒരു മത്സ്യത്തിനെയും കൊത്താനായിട്ട് ഗരുഡന് സാധിക്കില്ല. കാളിന്തിയിലെ ജലം തൊടാൻ സാധിക്കില്ല. അതുകൊണ്ട് കാളിന്തിയിലേക്ക് വരില്ല എന്നറിഞ്ഞ കാളിയനാണ് കാളിന്തിയിൽ വന്ന് താമസം തുടങ്ങിയത്. അപ്പോ ഇനി മേലിൽ ഗരുഡൻ കാളിയനെ ഉപദ്രവിക്കില്ല. കാരണം എന്താണ്? ഭഗവാന്റെ പാദ ചിഹ്നം കാളിയന്റെ ഓരോ പത്തിയിലുമുണ്ട്. ആ പാദചിഹ്നം കാണുമ്പോൾ ഗരുഡൻ മേലിൽ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. ഇതി ഭവദ്വചനാനി അതിമാനയൻ. ഇതി ഇങ്ങനെയുള്ള ഭഗവാന്റെ വചനം, ഭവദ്വചനം അങ്ങയുടെ വചനം, വാക്ക്, അതിമാനയൻ അതിനെ മാനിച്ചുകൊണ്ട്, ഫണിപതിഹി ഉരഗൈഹി സമം നിരഗാത്. ഫണിപതി അതായത് കാളിയൻ, ഉരഗൈ സമം തൻ്റെ ഭാര്യമാരോടൊപ്പം കുട്ടികളോടൊപ്പം, നിരഗാത് അവിടെ നിന്ന് രമണകത്തിലേക്ക് പോയി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഫണിവധൂജനദത്തമണിവ്രജ ജ്വലിതഹാരദുകൂല വിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗധാ സ്വജനൈർദിവസാവധൗ. ഫണിവധൂജനദത്തമണിവ്രജ ജ്വലിതഹാരദുകൂല വിഭൂഷിത. ഫണിവധു എന്ന് പറഞ്ഞാല് കാളിയ പത്നിമാര്. ഫണിവധൂജനം, ഫണിവധൂജനം എന്ന് പറയുമ്പോൾ കാളിയ പത്നിമാർ സമർപ്പിച്ച, അവര് നൽകിയ, ദത്തം എന്ന് പറഞ്ഞാല് നൽകിയ അനേകം മണിവ്രജം, അതായത് സർപ്പങ്ങൾക്ക് മണി രത്നമുണ്ടെന്നാണ് പറയുന്നത്. വിശേഷപ്പെട്ട സർപ്പങ്ങൾക്ക് രത്നമുണ്ട്. അവരുടെ സർപ്പങ്ങളുടെ ഓരോ പത്തിയിലും വിശേഷപ്പെട്ട രത്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവര് രത്നങ്ങള്, ദിവ്യമായ രത്നങ്ങള്, അതുപോലെ മുത്തുകള് എന്നിവ പതിച്ച് ജ്വലിക്കുന്ന ഹാരങ്ങള്, മുത്തും രത്നവും ഒക്കെ പതിച്ച ഹാരം, അതായത് മാല ഭഗവാന് സമർപ്പിച്ചു. പിന്നെയോ പട്ടുവസ്ത്രങ്ങളും ഒക്കെ ഭഗവാന് സമർപ്പിച്ചു. അതാണ് ജ്വലിത ഹാര ദുകൂലം. ഹാരം എന്ന് പറഞ്ഞാല് മാല, ജ്വലിതം എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, ദുകൂലം എന്ന് പറഞ്ഞാല് വസ്ത്രം, വിശേഷപ്പെട്ട വസ്ത്രങ്ങള് ഒക്കെ ഭഗവാന് സമർപ്പിച്ചു. ദിവസാവധൗ അപ്പോഴത്തേക്കും വൈകുന്നേരമായായിരുന്നു. തടഗതൈഹി പ്രമദാശ്രുമിശ്രിതൈഹി സ്വജനൈഹി സമഗധ. അപ്പൊ നൃത്തമൊക്കെ നിർത്തിയിട്ട് ഭഗവാൻ സ്വജനങ്ങളുടെ, ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് ആ കാളിന്തി തീരത്തങ്ങനെ ഭഗവാനെ കാത്തു നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. നിശി പുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോൽക്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ അവകൃശാനുരരുന്ധ സമന്തത. പുനഃ നിശി ജനോത്കരേ. പുനഃ എന്ന് പറഞ്ഞാൽ പിന്നീട്, രാത്രിയായതോടെ തൻ്റെ നിശി അതായത് രാത്രി, തൻ്റെ സ്വന്തം ജനങ്ങൾ അതായത് ഗോപന്മാര് തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമേ ഏവ. തമസാ ഇരുട്ടുകൊണ്ട് ഗോകുലത്തിലെ വീടുകളിലേക്ക് പോകാനാകാതെ വന്നപ്പോൾ ഭവച്ചരണാശ്രയേ തത്ര സ്വപതി. ഭവച്ചരണാശ്രയേ അങ്ങയുടെ പാദങ്ങളെ ആശ്രയിച്ച അവ, തത്ര സ്വപതി അവിടെ തന്നെ, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, സ്വപതി എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങിയപ്പോൾ, ദവകൃശാനു സമന്ത അരുന്ധത. അരുന്ധ, ദവകൃശാനു സമന്ത അരുന്ധ, അവർക്ക് ചുറ്റും കാട്ടുതീ പടർന്നു വന്നു. അവർക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. പ്രബുദ്ധിദാനധ പാലയ പാലയേതി ഉദയദാർത്തരവാൻ പശുപാലകാൻ
അവിതുമാശുപപാതമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. അഥ പ്രബുദ്ധിതാൻ പാലയ പാലയ ഇതി ഉദയദാർത്തരവാൻ. പ്രബുദ്ധിതാൻ എന്ന് പറഞ്ഞ ഉണർന്നു വന്ന ഗോപന്മാർ, രക്ഷിക്കണേ രക്ഷിക്കണേ, പാലയ പാലയ എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നാണ്, എന്ന് ശബ്ദമുണ്ടാക്കി ഉറക്കെ നിലവിളിച്ചു. ഉദയത ആർത്തരവാൻ, ആർത്തരവൻ എന്ന് പറഞ്ഞാല് നിലവിളിക്കുക, രക്ഷിക്കണേ എന്നുള്ള വിഷമമുള്ള ദീനരോധനത്തിനാണ് ആർത്തരവം എന്ന് പറഞ്ഞ, രവം എന്ന് പറഞ്ഞ ശബ്ദം. പശുപാലകാൻ ആശു അവിതും, ഗോപന്മാരെ വേഗം രക്ഷിക്കുവാനായി, അവിതും എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നതിനായി, പശുപാലകാൻ ഗോപന്മാരെ. അഥ മഹാനലം പപാധ, അങ്ങ് ആ ദാവാഗ്നിയെ പാനം ചെയ്തു, അഗ്നിയെ അങ്ങ് കുടിച്ചു. പാനം ചെയ്യാന്ന് പറഞ്ഞാൽ കുടിക്കുക, അഗ്നിയെ കുടിച്ചു. ഇഹ കിം ചിത്രം അയം തേ മുഖം ഖലു, ഇതിലെന്ത് അത്ഭുതം, അങ്ങ് അഗ്നിയെ കുടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതവുമില്ല, അങ്ങ് തന്നെ അത്ഭുത ബാലകനായിട്ടാണ് അവതരിച്ചത്. അതുകൂടാതെ വേദപ്രകാരം മുഖം തന്നെ അഗ്നിയാണല്ലോ അങ്ങയ്ക്ക്, അങ്ങയുടെ മുഖമാണ് അഗ്നി എന്ന് നമ്മള് വേദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, വേദത്തിൽ പറയുന്നുണ്ട് മുഖം അഗ്നിയാണ് എന്ന്. അങ്ങയുടെ മുഖം അഗ്നിയായിട്ടാണ് വേദത്തിൽ പറയുന്നത്. വിരാട് പുരുഷനായിട്ട് പറയുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ശിഖിനി വർണ്ണതയേവ ഹി പീതത പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതി നുത പശുപൈർമുദിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹ മേ ഗതാൻ. ശിഖിനി വർണ്ണതഃ ഏവ പീതതാ ഹി, ശിഖിനി എന്ന് പറഞ്ഞാൽ അഗ്നി, അഗ്നി നിറം കൊണ്ട് പീതമാണ്, പീത നിറമാണ്, മഞ്ഞ നിറം, മഞ്ഞ നിറം എന്നാണ് പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം. പീതം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥവും കൂടി ഉണ്ട്, കുടിച്ചത് എന്നുള്ള അർത്ഥമുണ്ട്. അധുനാ ക്രിയയാപി അസൗ പരിലസതി, അപ്പൊ നിറം കൊണ്ട് മഞ്ഞ എന്നുള്ള അർത്ഥം വരും. അതുമാത്രല്ല ഭഗവാൻ ഇപ്പോൾ അഗ്നിയെ കുടിച്ചു, അപ്പൊ കുടിച്ചത് എന്നുള്ള ക്രിയ വെച്ചുകൊണ്ടും പീതമാണ്. ഭഗവാൻ കുടിച്ചത് എന്താണ്, അഗ്നി കുടിച്ചു, അല്ലെ അഗ്നിയെ കുടിച്ചു എന്നുള്ള അർത്ഥത്തിലും പീതം എന്ന് പറയാം. അപ്പോൾ അഗ്നിയുടെ നിറം മഞ്ഞയാണ്, പിന്നെ ക്രിയ കൊണ്ടും പീതം എന്ന് വന്നു, അതായത് അഗ്നിയെ കുടിച്ചു എന്നുള്ള അർത്ഥത്തിൽ പീതം എന്ന് വന്നു. ഇതി മുദിതൈഹി പശുപൈഹി നുത, അവർക്ക് അങ്ങനെ പെട്ടെന്നുണ്ടായ ആ ഒരു അഗ്നിബാധയെ ഭഗവാൻ ക്ഷണനേരം കൊണ്ട് കുടിച്ച് ഇല്ലാതെയാക്കി എന്ന് കണ്ടപ്പോൾ അവര് അങ്ങയെ സ്തുതിച്ചു. ഇതി മുദിതൈഹി പശുപൈഹി നുതഃ, നുത എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, അവര് ഭഗവാനെ സ്തുതിച്ചു. ഹരേ മേ ഗതാൻ ദുരിതൈഹി സഹ ഹര, അങ്ങനെ ക്ഷണനേരം കൊണ്ട് ആ ഗോപന്മാരുടെ ദുഃഖത്തെ മാറ്റാൻ കഴിവുള്ള അങ്ങ് എന്നെ എന്തിനാണ് ഈ രോഗത്തിൽ ഇങ്ങനെ ഇട്ട് വലയ്ക്കുന്നത്, എന്നെ ഈ രോഗാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ രോഗത്തെ ഇല്ലായ്മ ചെയ്യണമേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ 56-ാമത്തെ ദശകം മേൽപ്പത്തൂര് ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.